ചിലരെയാണ് കാശ് തന്നിട്ട് പറയിപ്പിക്കുന്നതാണോ, PR വർക്കാണോ? നമസ്കാരം വിപിൻ. നമസ്കാരം. നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ട് ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. ഇപ്പൊ അതിനുശേഷം വിപിൻ എയറിലാണ്. എന്താണ് വിപിൻ അതിനെ കുറിച്ച് പറയാനുള്ളത്? അല്ല, ലാസ്റ്റ് നമ്മളൊരു ഇന്റർവ്യൂ എടുത്തു. അപ്പൊ അതിനിടയ്ക്ക് നിങ്ങൾ ചോദിച്ചൊരു സബ്ജക്റ്റ് ആയിരുന്നു ബിഗ് ബോസും അതിനെപ്പറ്റി രേണു സുധിയും. മനസ്സിലായി, നിങ്ങൾ ബിഗ് ബോസിൽ പോകുന്ന അറിയാമായിരുന്നു? കാരണം റീസെന്റ് ആയിട്ട് രേണു നമ്മുടെ വർക്ക് കഴിഞ്ഞിട്ടാണ് ബിഗ് ബോസിലോട്ട് പോയിട്ടുള്ളത്. ശരിക്കും ആ ഇന്റർവ്യൂ കഴിഞ്ഞു, അതിന്റെ വീഡിയോസ് നിങ്ങൾ എല്ലാ സോഷ്യൽ മീഡിയാസ് വഴിയും പോസ്റ്റ് ചെയ്തു. അതിന് താഴെ ആൾക്കാർ ഒത്തിരി പേര് വന്ന് കമന്റ് നല്ല രീതിയിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. മനസ്സിലല്ലേ? അപ്പോൾ അതിൽ എന്നെ അതിശയിപ്പിച്ച കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി നല്ല കമന്റ്സ് ഉണ്ട്. പിന്നെ കുറേ പേര് വന്നിട്ട് അതിൻ്റെ താഴെ ഇടുന്ന കമൻസ് എന്ന് പറഞ്ഞാൽ എന്താ, ബിഗ് ബോസിൽ പോകാനുള്ള പ്ലാനാണോ, അതിൻ്റെ പുതിയ സ്ട്രാറ്റജി ആണോ ഇത് എന്നുള്ള കാര്യം. ഓൾറെഡി ഞാൻ 2023 ബിഗ് ബോസിൻ്റെ ഓഡിഷൻ എല്ലാം ഞാൻ അറ്റൻഡ് ചെയ്ത വ്യക്തിയാണ്. അതിന് ഇങ്ങനെ ഒരു പ്ലാനിൻ്റെ ആവശ്യമില്ല. മനസ്സിലല്ലേ? പിന്നെ രണ്ടാമത് PR വർക്കാണോ, രേണു പോകുന്നതിന് മുന്നേ ഇവിടെ കാശ് എന്തെങ്കിലും ഏൽപ്പിച്ചിട്ട് പോയോ എന്നുള്ള. അതായത് ഒരു സ്ത്രീയെ പറ്റി, ഒരു സൊസൈറ്റിയിലെ കുറച്ച് യാതനകളും ബുദ്ധിമുട്ടുകളും എല്ലാവരും ഒറ്റപ്പെടുത്തിയ ഒരു സ്ത്രീയെ പറ്റി എനിക്കറിയാവുന്ന നല്ല കാര്യങ്ങൾ പറഞ്ഞപ്പോൾ എനിക്ക് വന്ന ചോദ്യങ്ങളാണ് ഇതൊക്കെ. മനസ്സിലായി, രേണു കാശ് തന്നിട്ട് പറയിപ്പിക്കുന്നതാണോ, PR വർക്കാണോ എന്നുള്ള രീതിയിലുള്ള കമൻസാണ് അതിൽ വന്നിട്ടുള്ളത്. നല്ല കമൻസ് ഒത്തിരി ഉണ്ട്. അതെന്നെ ഭയങ്കര നന്നായിട്ട് എന്നെ സന്തോഷിപ്പിച്ച കാര്യമാണ്. ശരിക്കും മനസ്സിലായില്ലേ, ഒരുപാട് നേരം നല്ല രീതിയിൽ പറയുന്നുണ്ട്. പിന്നെ കുറച്ച് പേര് വന്നിട്ട് പറയുന്നുണ്ട്. പിന്നെ ഈ ബാഡ് കമൻസ് വന്നതിൽ കുറച്ച് പേരെന്തോ തെറിയൊക്കെ വിളിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതിനെ കയറി നോക്കിയപ്പോൾ ഇതൊന്നും ഒരു ഒറിജിനലായിട്ട് ഐഡൻറ്റിറ്റി ഉള്ള ആൾക്കാരല്ല. നല്ല കുറച്ച് കാര്യങ്ങൾ അതിൽ കമൻറ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവർക്ക് എല്ലാവർക്കും നന്ദിയുണ്ട്. പിന്നെ ബാഡ് കമൻസ്, ബിഗ് ബോസിനകത്ത് രേണു തന്നെ മിറർ നോക്കിയിട്ട് പറയുന്നുണ്ടായിരുന്നു, എനിക്കെതിരെ ബാഡ് കമൻറ്റ് അടിച്ചു വിട്ട നിങ്ങളാണ് എന്നെ ഇവിടെ എത്തിച്ചത്, നിങ്ങൾക്കെല്ലാവർക്കും നന്ദി എന്ന് പറഞ്ഞിട്ട്. അത് തന്നെ ഒരു വലിയൊരു ക്വാളിറ്റി അല്ലേ? മനസ്സിലായി, ഇവിടെ നമുക്കെതിരെ നെഗറ്റീവ് പറയുന്നവരെ നമ്മൾ തെറി വിളിക്കാൻ പോവുക, അവരെ വീട്ടിലിരിക്കുന്നവരെ പറയുക, ഇങ്ങനെ നടക്കുന്ന ഒരു സൊസൈറ്റി ഇല്ലേ? ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു വലിയ ഷോയ്ക്ക് അകത്ത് ചെന്ന് ഇരുന്നിട്ടും അവിടെ ഇരുന്നു കൊണ്ടും എന്നെ നിങ്ങൾ ചീത്ത വിളിച്ച നിങ്ങളാണ്, നിങ്ങളിട്ട് ബാഡ് കമൻ്റ് ആണ് എന്നെ ഇത്രയും റീച്ച് ആക്കിയത് എന്ന് പറഞ്ഞ് ഓഡിയൻസിൻ്റെ നേർക്ക്, മീൻസ് അവിടെ ഒരു മിററിൽ ക്യാമറയുടെ ഫ്രണ്ടിൽ ഇരുന്നു കൊണ്ട് രേണു നന്ദി പറയുന്നുണ്ട്. മനസ്സിലായി, അപ്പോൾ അത് ഭയങ്കര വലിയൊരു ക്വാളിറ്റിയാണ്. മനസ്സിലല്ലേ? അത് സപ്പോർട്ട് ചെയ്യുന്നവരെ ബഹുമാനിക്കുന്നതിലൂടെയും അതുപോലെ അവരെ നെഗറ്റീവ് പറഞ്ഞവരെയും അവരതിൽ ബഹുമാനിക്കുന്നു. മനസ്സിലായി, അത് എല്ലാവർക്കും കിട്ടുന്നൊരു ക്വാളിറ്റി അല്ല, അത് വളരെ നല്ലൊരു ക്വാളിറ്റിയാണ്.